Praise the Lord. Everyone is so happy. എല്ലാവരും സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. And what is the reason for happiness? സന്തോഷത്തിന്റെ കാരണം എന്താണ്? 3 days leave. Hallelujah. Yes, 3 ദിവസം അവധിയുണ്ട്. So everyone is having 4 3 days leave. 4 days. Okay, good. For us, we don't have 4 days. എന്നാൽ ഞങ്ങൾക്ക് അവധിയില്ല. Okay. So God bless you all and bless the family for arranging the lovely cottage meeting. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകം ഇന്ന് രാത്രികാലം ഈ കോട്ടേജ് മീറ്റിംഗ് നടത്തിയ പ്രിയ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ. Like when Pastor told me about this, every time I'm telling Pastor to tell me earlier, so I'm having the time to prepare the message. എല്ലാ പ്രാവശ്യം ഞാൻ പറയാറുണ്ട് എന്നെ നേരത്തെ അറിയിക്കണമെന്ന്. എനിക്കത് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം ദൈവം തന്നു. So the word God gave me, the title what God gave me, എനിക്ക് ഇന്ന് രാത്രികാലം നിങ്ങളോട് സംസാരിക്കാൻ ദൈവം തന്ന വചനത്തിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് is called Proud Believer. പ്രൗഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിമാനമുള്ള വിശ്വാസിയായി നിൽക്കണം. When a pride will come in believer's life, when a pride or proud will come in believer's life, what will happen? സാധാരണഗതിയിൽ നമ്മൾ അഹങ്കാരം ജീവിതത്തിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വന്നാൽ എന്താ സംഭവിക്കുന്നത്? So like many of the time when I am standing here, ഞാൻ ഇവിടെ പല പ്രാവശ്യങ്ങളും നിൽക്കുമ്പോൾ I'm not like every time I am praying to the God, so why are you giving me these chances to stand here? ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എപ്പോഴും ദൈവത്തോട് ചോദിക്കും, കർത്താവേ നീ എന്തിനാ എനിക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കുവാനുള്ള ഒരു സാവകാശം തരുന്നത്? Just now I was saying the same thing to my wife also. Every time I am thinking I am not able to stand here. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴും എൻ്റെ വൈഫിനോട് പറഞ്ഞു, ഞാനിങ്ങനെ നിൽക്കുവാൻ ദൈവം എന്തായിരിക്കും സാവകാശം തരുന്നത്. But when I passed my 12th standard, ഞാൻ എൻ്റെ 12ാമത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ from that time God has given me chances in many places. എനിക്ക് ദൈവം പല സാഹചര്യങ്ങൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നിരുന്നു. And there was a convention going on. അവിടെ ഒരു കൺവെൻഷൻ നടക്കുന്ന സമയത്ത് I shared this before also. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. So I was in that convention, I was singing the song and I was sharing the word also. ഞാൻ ആ കൺവെൻഷനിൽ ഞാൻ പാട്ട് പാടുകയും വചനം പറയുകയും ചെയ്യാൻ ദൈവം ഇടയാക്കി. So after the word I am asking people to come forward that pastor will pray for them. ഞാൻ ആ സമയത്ത് പ്രസംഗം വചനം പറഞ്ഞതിന് ശേഷം ആരെങ്കിലും പ്രാർത്ഥിക്കാൻ മുമ്പോട്ട് കടന്നു വരുവാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടന്നു വരുവാൻ പാസ്റ്റർ പ്രാർത്ഥിക്കുമെന്ന്. For the first day hundreds of people came forward. ആദ്യത്തെ ദിവസം തന്നെ ഏകദേശം 100ഓളം ആൾക്കാർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു വന്നു. Second day also many people came forward. രണ്ടാം ദിവസവും ആൾക്കാർ അനേകം കടന്നു വന്നു. Third day I got pride in my heart. മൂന്നാമത്തെ ദിവസം ആയപ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്കൊരു അഹങ്കാരം കടന്നു വരുവാനിടയായി. I prepared the word by myself. ഞാൻ മൂന്നാമത്തെ ദിവസം ഞാൻ വചനം ഞാൻ തന്നെ അങ്ങ് പ്രിപ്പയർ ചെയ്തു. So every time when I am preparing the word till today also, ഞാൻ സാധാരണഗതിയിൽ ഞാൻ വചനം സംസാരിക്കാൻ പറയുമ്പോൾ അത് പ്രിപ്പയർ ചെയ്യുമ്പോൾ so I'll ask God the guidance and every day I will add a word in the full list. ഞാൻ എല്ലാ ദിവസവും ഞാനത് ദൈവത്തോട് ചോദിച്ചിട്ട് ഒരു വാക്ക് കിട്ടുന്നതിനകത്താണ് ഞാൻ എൻ്റെ പ്രസംഗം ഞാൻ ചെയ്യുന്നത്. In this like day before yesterday I was explaining something to Amaris. ഞാൻ 2-3 ദിവസങ്ങൾ മുമ്പ് അമാരിസിനോട് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. That time also God gave me 2 words. ആ സമയത്ത് ദൈവം എനിക്ക് 2 വാക്കുകൾ എനിക്ക് തന്നു. And I said to Amaris, just now I got 2 more words. ഞാൻ അപ്പോൾ അമാരിസിനോട് പറഞ്ഞു, അമാരിസ് എനിക്ക് 2 വാക്ക് ദൈവം തന്നിട്ടുണ്ട്. So in the third day when I was standing there I called, if you want the prayer you can come forward. ഞാൻ മൂന്നാമത്തെ ദിവസം ഞാൻ എൻ്റെ സ്വന്തമായിട്ട് ഞാൻ അന്ന് പറഞ്ഞ ആ മീറ്റിങ്ങിൽ മൂന്നാം ദിവസം ഞാൻ സ്വന്തമായിട്ട് എൻ്റെ അഹങ്കാരം കൊണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് ആൾക്കാർ മുമ്പോട്ട് കടന്നു വരുവാൻ വിളിച്ചു. No single person came forward. എന്നാൽ ഒരൊറ്റ മനുഷ്യൻ പോലും മുമ്പോട്ട് കടന്നു വന്നില്ല. No single. I feel very bad that day. ഞാൻ ആരും കടന്നു വരാതിരുന്നപ്പോൾ എൻ്റെ ഉള്ളിൽ വലിയൊരു ദുഃഖം തോന്നി, ഒരു നിരാശ തോന്നി. I was a young guy. ഞാനൊരു കുഞ്ഞായി 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഉള്ള സമയമേ ഉള്ളൂ. I went back, I closed the door. ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്ന് എൻ്റെ കഥയുടെ വാതിൽ അടച്ചു. And I prayed. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. And God said to me, ദൈവം എന്നോട് ഇങ്ങനെ പറഞ്ഞു, I did not give you these verses. ഇങ്ങനെ പറഞ്ഞു, നീ ഇന്ന് പ്രസംഗിച്ച വചനം ഞാൻ നിനക്ക് തന്നതല്ല. So from that day till now, ആ ദിവസം തൊട്ട് ഇന്ന് വരെയും I never prepared by my own. ഞാൻ സ്വന്തമായിട്ട് ഒരു മെസ്സേജ് ഞാൻ പ്രിപ്പയർ ചെയ്യാറില്ല. Single word also. ഒരു വാക്ക് പോലും ഞാൻ ചെയ്യാറില്ല. And when God gave me this word, ഞാൻ ഇന്ന് സംസാരിക്കുന്ന വചനം ദൈവം എനിക്ക് തന്നപ്പോൾ
that time also I asked God, I want to share this or not. ഞാൻ ഈ വാക്കിങ്ങനെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ദൈവമേ ഈ വിഷയമാണോ പറയേണ്ടത്? Maybe this will prick someone ആ here. ഞാൻ ഈ വിഷയം പറയുമ്പോൾ ഇത് ആരുടെയെങ്കിലും ഹൃദയത്തിൽ കുത്തുള്ളൂ, വേദനിപ്പിക്കുന്നതായിട്ട് വരുമോ എന്ന് ചോദിച്ചു. But God bless them also. അങ്ങനെ വരികയാണെങ്കിൽ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. So we'll read one verse. ഞാൻ That is ഒരു വേദഭാഗം നമുക്കൊന്ന് വായിക്കാം. James 3:1. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. ജെയിംസ് യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. Okay, read. Someone read. ആരെങ്കിലും ഒന്ന് വായിച്ചട്ടെ. ഇങ്ങനെയാണ് വാക്യം എഴുതിയിരിക്കുന്നത്. സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരുമെന്ന് അറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത്. It is very, very easy to become a preacher. ഞാൻ പറയാം, ഇത് ഒരാൾക്ക് ഒരു ഉപദേഷ്ടാവാകാൻ വളരെ എളുപ്പമുള്ള കാര്യമാണ്. It is very easy to preach someone. ഇത് മറ്റുള്ളവർ പ്രസംഗിക്കുന്നത് ഇച്ചിരി എളുപ്പമുള്ള But കാര്യമാണ്. it is very difficult to live that life. പക്ഷെ എന്നാൽ അതുപോലെ ജീവിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. If you are only a preacher നിങ്ങൾ ഒരു വെറും ഉപദേഷ്ടാവ് മാത്രമായിരിക്കുന്നെങ്കിൽ, and you are not living that life, നിങ്ങൾ അതുപോലെ ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, that will go in vain. ഞാൻ പറയാം അത് വെറും ഒന്നുമില്ലാത്തതായിട്ട് ശൂന്യതയിലേക്ക് So പോകും. here he is saying, my brethren, let not many of you become teachers. നമ്മൾ ഇവിടെ ഇങ്ങനെ വായിക്കുന്നത്, സഹോദരന്മാരെ, അധികം ആൾക്കാർ ഉപദേഷ്ടാക്കന്മാരാകരുത്, Knowing that we shall receive a stricter judgment. എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കുന്നവരെ നോക്കിയിട്ട് പറയുകയാണ്, നമുക്ക് കൂടിയ ശിക്ഷാവിധി, ദൈവത്തിന്റെ വിധി വരുമ്പോൾ നമ്മൾ മറന്നു പോകരുത്. That's why in the beginning I said I am not able to stand here. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഞാൻ ഇവിടെ നിൽക്കുവാൻ യോഗ്യനല്ല. And those who are preaching also, ഞാൻ പറയാം, പ്രസംഗിക്കുന്ന എല്ലാവരോടും കൂടെ ഞാൻ പറയുന്നത്, this word is for them. ഇത് നമുക്ക് എല്ലാവർക്കുമുള്ള വചനമാണ്. When you will preach, നമ്മൾ സംസാരിക്കുമ്പോൾ it is written you will receive a stricter judgment. അത് പറയുകയാണ്, ഉപദേഷ്ടാക്കന്മാരെ ടീച്ച് ചെയ്യുന്ന പ്രസംഗിക്കുന്നവർക്ക് കട്ടിയായിട്ടുള്ള ജഡ്ജ്മെന്റ് വരും. Maybe the judgment of the normal man will be easy. ഞാൻ പറയാം, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് സാധാരണ മനുഷ്യന്റെ ജഡ്ജ്മെന്റ് ചെറുതായിരിക്കാം. But if you are preaching and not applying in your life, നമ്മൾ your judgment will be very strict. പ്രസംഗിക്കുകയും നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് Your judgment will be very, very strict. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ് ആയിരിക്കും ശിക്ഷാവിധി Read വരുന്നത്. Hebrews 4:12. ഇബ്രാഹിം ലേഖനം 4-ന്റെ വാക്യം വായിക്കാം. Hebrews chapter 4 verse 12. Fast. Yeah. So it is written here. ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. So the word is like a two-edged sword. നമ്മൾ വായിക്കുന്നത് ദൈവവചനം എന്ന് പറയുന്നത് ഇരുവായ്ത്തലയുള്ള വാളിനെ പോലെയാണ്. When you are holding a sword, നിങ്ങളൊരു വാള് നിങ്ങൾ കൈ പിടിച്ചാൽ, in one hand you will have the handle, ഒരു കയ്യിൽ നിങ്ങളുടെ ഹാൻഡിൽ കാണും, and second side you will get the edge. മറ്റേ സൈഡിലായിരിക്കും അതിന്റെ മൂർച്ചയുള്ള ഭാഗം വരുന്നത്. But it is written, ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, the word of God is a two-edged sword. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ഇരു തലയുള്ള മൂർച്ചയുള്ള വാളിന് തുല്യമാണ്. It will pierce the other person also. ഇത് മറ്റുള്ളവരെ മുറിക്കും, It will pierce you also. നമ്മളെയും മുറിക്കും. Hallelujah. ഹല്ലേലൂയ. So when you will speak the word, നമ്മൾ വചനം പ്രസംഗിക്കുമ്പോൾ speak it very carefully. നമ്മൾ വളരെ വളരെ സൂക്ഷിച്ചു വേണം നമ്മൾ If പ്രസംഗിക്കുവാൻ. you are not careful, നമ്മൾ വളരെ ശ്രദ്ധിച്ചല്ല നമ്മൾ പ്രസംഗിക്കുന്നതെങ്കിൽ, it is written your judgment will be very strict. നമ്മോട് പറയുക, നമ്മളോടുള്ള ദൈവത്തിന്റെ ഇടപാടെന്ന് പറഞ്ഞ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും എന്നാ പറയുന്നത്. And furthermore it is written, വീണ്ടും നമ്മൾ ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, and it is a discerner of the thoughts and intents of heart. നമ്മുടെ ചിന്തകളെയും നമ്മുടെ ഭാവങ്ങളെയും വിവേചിക്കുന്നതാണ്. If you hide something at the back, ഞാൻ പറയാം, നമ്മള് പുറകിൽ ചില കാര്യങ്ങൾ മറച്ചു വെച്ചിട്ട് and preaching the word, ദൈവവചനം പ്രസംഗിച്ചാൽ be careful. നമ്മൾ വളരെ സൂക്ഷിക്കണം. ദൈവവചനം It is very dangerous. ഇത് വളരെ പ്രശ്നമുള്ള കാര്യമാണ്. If you think you are not able to stand here, ഞാൻ പറയാം, ഇവിടെ നിൽക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ don't stand. നമ്മൾ നിൽക്കരുത്. Think about yourself. ആദ്യം നമ്മൾ പ്രസംഗിക്കുന്നതിന് മുമ്പ് നമ്മളെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കണം. Think about your spirit. നമ്മുടെ ആത്മാവിനെ പറ്റി നമ്മൾ ചിന്തിക്കണം. If you are feeling now I am down in spirit, നമ്മൾ ചിലപ്പോൾ നമ്മൾ നിരാശരായി പോകുന്ന സന്ദർഭങ്ങളുണ്ട്. don't preach.
നമ്മൾ പ്രസംഗിക്കരുത്. Because it is written here, നമ്മളിവിടെ ഇങ്ങനെ വായിക്കുന്നത്, it is a two-edged sword. ഇത് ഇരുവായ്ത്തലയുള്ള വാളാണ്. So same thing will pierce you also. ആ മെസ്സേജ് പറയുമ്പോൾ അതിന് നമ്മളെയും വിവേചിക്കും. And for the same word, he will judge you. ആ വാക്കുകൊണ്ട് തന്നെ അവൻ നമ്മളെയും വിധിക്കും. Hallelujah. ഹല്ലേലൂയ. That's why I said preaching is very easy. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പ്രസംഗിക്കുന്നത് വളരെ സിമ്പിൾ ആണ്. Stand here and preaching is very easy. ഇവിടെ നിന്ന് എന്തെങ്കിലും നമുക്ക് വന്നിട്ട് വചനം എടുത്ത് പറയാൻ പറ്റും. Applying that in your life. നമ്മുടെ ജീവിതത്തിലേക്ക് അത് പ്രാവർത്തികമാക്കുക എന്ന് പറയുന്നത്. Hallelujah. ഹല്ലേലൂയ. Hallelujah. Read Matthew 7:3. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. See, read. Why do you Yeah. see why do you see the speck that in your brother's eye, but do not notice the log that is in your own eye? Yeah. എന്നാൽ സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരന്റെ കണ്ണിലെ കരട് നോക്കുന്നതെന്ത്? This is what is going on nowadays. ഞാൻ പറയാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചുറ്റുപാട് നടക്കുന്നത്. And I'm like very sad to say this. ഞാനിത് പറയുന്നതിൽ വളരെ ദുഃഖിതനാണ്. Especially in Malayali's life. ഞാൻ പറയാം, ഇന്ന് നമ്മൾ കാണുന്ന മലയാളികളുടെ ജീവിതത്തില് ഇത് വളരെ സാധാരണമുള്ള കാര്യം. If that preacher is a Malayali preacher, അദ്ദേഹം ഒരു മലയാളിയായിട്ടുള്ള ഒരു പ്രസംഗകനാണെങ്കിൽ in his full sermon, അദ്ദേഹത്തിന്റെ മുഴുവൻ പ്രസംഗം ശ്രദ്ധിച്ചാലും there is a tone to other pastors. അതിനകത്ത് മറ്റുള്ള പാസ്റ്റർമാരോടുള്ള ചിലത് കാണും. He will find the loopholes in the other conventions. മറ്റുള്ള മീറ്റിങ്ങിനെ പറ്റിയുള്ള ചില കുറവുകൾ കാണും. And he will say all these things in his preaching. ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ മെസ്സേജിൽ പറയും. And he will feel proud for this. അതിനെ ഓർത്ത ഭയങ്കര നിഗളത്തോടായിരിക്കും സംസാരിക്കുന്നത്. What a preacher. എന്തോ വലിയ പ്രസംഗനാണ്. You know that convention? I know them. നിങ്ങൾക്ക് ആ കൺവെൻഷൻ അറിയാമോ? എനിക്കറിയാം അത്. You know that pastor is not good. നിങ്ങൾക്കറിയാം ആ പാസ്റ്ററെ അറിയാമോ? അത് ശരിയല്ല. And the sad thing is they are preaching all these things live in the TV. സാധാരണ വെച്ചാൽ ഈ വിഷയം മറ്റുള്ളവരുടെ കുറ്റവും അവരുടെ പറ്റിയുള്ള വിഷയങ്ങൾ നേരെ ടിവിയിൽ നോക്കിയാണ് പ്രസംഗിക്കുന്നത്. If they will get a small point about any other pastor, ഏതെങ്കിലും ഒരു പാസ്റ്ററെ പറ്റി ചെറിയൊരു വിഷയം കിട്ടിയാൽ they will take all the notes and preach it in their conventions. ചെറിയൊരു വിഷയം എടുത്തിട്ട് കൺവെൻഷൻ അതിനെപ്പറ്റി ഭയങ്കരമായിട്ട് അങ്ങ് പ്രസംഗിക്കും. So Jesus is saying that, why do you look at the speck in your brother's eye? യേശു കർത്താവ് ഇങ്ങനെ പറയുന്നത്, സഹോദരന്റെ കണ്ണിലെ കരട് നീ നോക്കുന്നത് എന്താ? Do not consider the plank in your own eye. നിന്റെ കയ്യിൽ കോൽ ഇരിക്കുമ്പോൾ നീ അങ്ങനെ നോക്കുന്നത് എന്ത്? Why these people are doing like this? എന്തുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നത്? Because of pride. ഞാൻ പറയാം, അവരുടെ ഉള്ളിലുള്ള ആ നിഗളം കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. What the pride will do, എന്താണ് നിഗളം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, when you got the pride, നമ്മുടെ ഉള്ളിൽ ആ നിഗളം കടന്നു വന്നാൽ, the first thing you will start thinking that you are knowledgeable. നമ്മൾ ആദ്യം തോന്നുന്ന ചിന്ത നമ്മളെല്ലാം അറിയുന്നയാളാന്നൊരു തോന്നൽ വരും. That you don't need God. നിങ്ങൾക്ക് ദൈവത്തെ വേണ്ടാന്നൊരു തോന്നൽ വരും. That guy, I know him, he don't know anything. എനിക്ക് ആ പുള്ളി അറിയാം, പുള്ളിയെ നല്ലോണം അറിയാമല്ലോ. So when that pride enter into your heart, നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെയുള്ള നിഗളം കടന്നു വന്നു കഴിഞ്ഞാൽ, from there onwards your downfall will start. അവിടെ തൊട്ട് നമ്മുടെ പരാജയത്തിന്റെ തുടക്കമാവും. And you will think that this guy is doing all the good things, then why the bad things happens in his life? ഇവൻ നല്ല വ്യക്തിയാണെങ്കിൽ പിന്നെ ഇവന്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്? Read John 5:39. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 39 to 42 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. ജോൺസ് 5:39 to 42. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ, അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. അടുത്ത വാക്യം. The pride of knowing the word. ദൈവത്തിന്റെ വചനം അറിയുന്നതിന്റെ നിഗളം അതാണ്. I know more than Binu brother. എനിക്ക് ബിനുവിനെക്കാളും വചനമൊക്കെ അറിയാം. What he knows? പുള്ളിക്ക് എന്താ അറിയാം? Nothing. ഒന്നും അറിയത്തില്ല. Pride came into my heart. എന്റെ ഉള്ളിൽ നിഗളം കടന്നു വരാൻ സാധിക്കും. I know more than that guy. അവരെക്കാളൊക്കെ എനിക്ക് നല്ലോണം വചനം അറിയാം. When this pride came into your heart, ഒരു നിഗളം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വന്നാൽ, you are a pastor, you are a preacher, നീ ഒരു പാസ്റ്ററോ നീ ഒരു പ്രസംഗകനോ ആണെങ്കിൽ, but still you are looking others down. മറ്റുള്ളവരെ നിങ്ങൾ ഒന്നുമില്ലാത്തതായിട്ട് കാണുകയാണ്. And you are pulling them back.
നിങ്ങൾ അവരെ പുറകിൽ നിന്ന് വലിക്കുന്നതിന് തുല്യമാണ്. But when you will see a humble person or a humble preacher, നിങ്ങൾ ഒരു താഴ്മയുള്ള വ്യക്തിയാണെങ്കിൽ so what he will do, അവൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ he will lead them like a leader. അദ്ദേഹം അവരെ ഒരു ലീഡറായിട്ട് കൊണ്ട് നടക്കും. Instead of finding the faults, അവരെ കുറ്റം കണ്ടുപിടിക്കാതെ he will push them അവരെ അദ്ദേഹം മുമ്പിലേക്ക് കൊണ്ടുവരാൻ to ശ്രമിക്കും. next level. അടുത്ത ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കും. We'll read one verse. ഒരു വാക്യം നമുക്ക് വായിക്കാം. This 39, you can read 40. ഈ Verse 40. വാക്യത്തിന്റെ മലയാളത്തിൽ വായിക്കും, മലയാളത്തിൽ. മലയാളത്തിൽ എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് ആ എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. Hmm. ഞാൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല. Hmm. എന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ദൈവസ്നേഹം ഇല്ല എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. Hmm. 41. ഞാൻ എന്റെ 541. ഞാൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല. Hmm. എന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ദൈവസ്നേഹം ഇല്ല എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. അറിഞ്ഞിരിക്കും. Okay, good. One more verse we'll read, Matthew 19. മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിന്റെ So we will learn from the example നമ്മൾ മനസ്സിലാക്കുന്ന ഉദാഹരണത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം what Jesus taught us. യേശു കർത്താവ് എന്താ നമ്മളെ പഠിപ്പിച്ചെന്ന് ചോദിച്ചാൽ Matthew 19 verse 16 to 24. Someone from ladies read loud. മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 16 മുതൽ ഉള്ള വാക്യങ്ങൾ. അനന്തരം ഒരുത്തൻ വന്നവനോട് Hmm. ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണമെന്ന് So there is a rich person, rich guy. നമ്മളിവിടെ വായിക്കുന്നത് ഒരു പണക്കാരനായ വ്യക്തി He came to Jesus. യേശുവിന്റെ അടുത്ത് കടന്നു വന്നു. So he's saying, can you read furthermore? Yeah. ഞാൻ ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ആ. ഞാൻ എന്ത് നന്മ ചെയ്യണമെന്ന് ചോദിച്ചതിന് Ah. അവൻ എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത്? Hmm. നല്ലവൻ ഒരുത്തനേ ഉള്ളൂ. Hmm. ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്ക എന്ന് അവനോട് പറഞ്ഞു. Hmm. അവ ഏത് എന്ന് അവൻ ചോദിച്ചതിന് ആ. യേശു കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, ആ. മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, Hmm. അപ്പനെയും അമ്മയെ ബഹുമാനിക്കാം, Hmm. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്നിവ തന്നെ എന്ന് പറഞ്ഞു. Hmm. യൗവനക്കാരൻ അവനോട് ഇവയൊക്കെ ഞാൻ പ്രമാണിച്ചു പോരുന്നു, Hmm. ഇനി കുറവുള്ളത് എന്ത് എന്ന് പറഞ്ഞു. So this guy, he want to go to heaven. ഈ വ്യക്തി നല്ലൊരു വ്യക്തിയാണ്. പുള്ളിയുടെ ഒറ്റ ആഗ്രഹം തനിക്ക് സ്വർഗത്തിൽ പോകണം. So his question is, God, what I will do to go to heaven? യേശു കർത്താവിന്റെ അടുത്ത് ഞാൻ സ്വർഗത്തിൽ പോകണമെങ്കിൽ, ഞാൻ നിത്യത ജീവൻ പ്രാപിക്കണം, ഞാൻ എന്ത് ചെയ്യണം? And Jesus said him something. യേശു കർത്താവിനോട് ചില കാര്യങ്ങൾ പറയുകയാണ്. And he is saying, Lord, I am following all this. യേശു കർത്താവേ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു പോരുന്നുണ്ട്. I am following all the 10 commandments. ഞാൻ കൽപ്പനകളൊക്കെ പ്രമാണിക്കുന്നുണ്ട്. I'm giving my tithes. ഞാൻ എന്റെ ദശാംശമൊക്കെ ദൈവസന്നിധിയിൽ കൊടുക്കുന്നുണ്ട്. I'm going to church. ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്. I'm honoring my elders. ഞാൻ പ്രായമുള്ളവരെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. I am doing all these things. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്ന വ്യക്തിയാണ്. And then what Jesus said to him? യേശു കർത്താവ് എന്താ അവനോട് പറഞ്ഞെന്നറിയാമോ? What Jesus said to him? കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയെ ബഹുമാനിക്കാം. No. After that. യൗവനക്കാരൻ അവനോട് ഇവയൊക്കെ ഞാൻ പ്രമാണിച്ചു പോരുന്നു, ഇനി കുറവുള്ളത് എന്ത് എന്ന് പറഞ്ഞു. യേശു അവനോട് സൽഗുണപൂർണ്ണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ്. So Jesus said to him something very difficult. യേശു കർത്താവ് അവനോട് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞു കൊടുത്തത്. So he said, sell everything what do you have നിനക്കുള്ളതെല്ലാം വിറ്റേച്ച് നീ വരിക, and follow me. എന്നിട്ട് എന്നെ നീ പിൻഗമിക്കുക. So what he said in reply, അതിന് റിപ്ലൈ ആയിട്ട് എന്താ അവൻ പറഞ്ഞു നോക്കുക. എന്നാൽ സ്വർഗ്ഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകയാൽ ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ചു പോയി കളഞ്ഞു. now after that what Jesus said, യേശു തന്റെ ശിഷ്യന്മാരോട് ധനവാൻ സ്വർഗ്ഗരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസം തന്നെ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴിയുടെ കടക്കുന്നത് എളുപ്പമെന്നും. so Jesus said in simple word, you are not able to go to heaven. യേശു Simple കർത്താവ് finish. വളരെ സിമ്പിൾ ആയിട്ട് അവനോട് പറയുകയാണ്, നിനക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റത്തില്ല. So this person ഈ വ്യക്തി എന്ന് പറയുന്നത് is portraying many of the believer nowadays. നമ്മൾ ഇന്ന് കർത്താവിനെ അനുഗമിക്കുന്നു പറയുന്ന ആൾക്കാരുടെ ഒരു നിഴലാണ്. We are following all the things, നമ്മൾ എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ ചെയ്യുന്നുണ്ട്. going to church, നമ്മൾ പള്ളിയിൽ പോകുന്നുണ്ട്. we have the knowledge of the word, നമുക്ക് വചനത്തെ പറ്റിയൊക്കെ പരിജ്ഞാനമുണ്ട്. we are doing all the good things. നമ്മൾ എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. But Jesus said you are not allowed. യേശു കർത്താവ് പറഞ്ഞു, നീ സ്വർഗത്തിൽ പോകത്തില്ല. Why?
എന്തുകൊണ്ടാ പറഞ്ഞേ? There is something you have kept inside. എന്നാൽ ഒരു കാര്യം നിന്റെ ഹൃദയത്തിൽ നീ വെച്ചിട്ടുണ്ട്. That is the problem in today's believer. ഇന്ന് നമ്മുടെ വിശ്വാസികളുടെ പ്രശ്നം ഇത് തന്നെയാണ്. That we forgot. നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യം, That we are saved because of His grace. നമ്മൾ മറന്നു പോകുന്ന കാര്യം, നമ്മൾ രക്ഷിക്കപ്പെട്ടത് ദൈവത്തിന്റെ കൃപയാലാണ്. It is not because of the knowledge of the Bible. നമ്മൾ വചനത്തിന്റെ പരിജ്ഞാനം കൊണ്ടല്ല. It is not because I am praying 24 hours a ഞാൻ day. 24 മണിക്കൂർ പ്രാർത്ഥിക്കുന്നത് കൊണ്ടല്ല. It is not because I am a very holy person. ഞാനൊരു വിശുദ്ധനായത് കൊണ്ടല്ല. It is because of His grace. നമ്മൾ രക്ഷിക്കപ്പെട്ടത് കർത്താവിന്റെ കൃപയാലാണ്. Nothing else. മറ്റൊന്നും നമുക്കില്ല. The moment you will get any other thought in your mind, അതിനിടയ്ക്ക് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു the വന്നാൽ, moment you will get that superiority complex, നമ്മൾ വലിയവരാണെന്നൊരു തോന്നൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ, tell yourself, നമ്മളോട് തന്നെ പറയണം, there is nothing else. It is only because of His grace. മറ്റൊന്നും എനിക്ക് പറയാനില്ല, ദൈവത്തിന്റെ കൃപ കൊണ്ടാണ് ഞാനായിരിക്കുന്നത്. So many of the preacher, they will forget this thing. പല വിഷയം, പല ആൾക്കാരും ഈ വിഷയം അങ്ങ് മറന്നു പോകും. So that is the reason they got pride inside. അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ അറിയാതെ നമ്മൾ ഈ പറയുന്ന പോലെ നിഗളം കടന്നു And they വരുന്നത്. will preach, you know this pastor, you know that pastor. അതുകൊണ്ട് ഒരു പ്രസംഗിക്കും, അവനെ അറിയാമോ, ഇവനെ അറിയാമോ, മറ്റുള്ളവരെ അറിയാമോ. Instead of lifting that pastor up, മറ്റേ ഒരു പാസ്റ്ററെ ഒന്ന് അവനെ ശക്തനാക്കി കൊണ്ടുവരുന്നതിന് പകരം they are pulling them down. അവനെ വലിച്ച് താഴേക്ക് ഇടുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. One more example, we can correlate this, both of this example. We'll read Luke 23:39. മറ്റൊരു ഉദാഹരണം കൂടെ യേശു കർത്താവ് പറഞ്ഞത് ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 39 മുതലുള്ള വാക്യങ്ങൾ. 39 to 43. 39 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 23, 39 മുതൽ 43 വരെ. Read fast, yeah. പ്രവർത്തിക്കാരിൽ ഒരുത്തൻ, Ah. നീ ക്രിസ്തുവല്ലയോ? നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. മറ്റവനും അവനെ ശാസിച്ചു. സമശിക്ഷാവധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? Hallelujah. ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ, യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിൽ ഇരിക്കുമെന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. Hallelujah. ആമേൻ. So the second part is, there is a thief. നമ്മൾ രണ്ടാമത് കാണുന്ന വ്യക്തി ഒരു കള്ളനാണ്. So in his entire life he did bad things. തന്റെ ജീവിതത്തിൽ മുഴുവനും താന് തെറ്റായ കാര്യങ്ങൾ ചെയ്ത In വ്യക്തിയാണ്. his entire life he did bad things. മൊത്തം തെറ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവൻ ചെയ്തിട്ടുള്ളൂ. This thief എന്നാൽ ഈ കള്ളനെ സംബന്ധിച്ച് will portray a new believer. നമ്മൾ വിശ്വാസികളെ കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. New believers coming from North India. നമ്മൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരു വിശ്വാസിയായിട്ട് കാണും. They do not have clothes to wear, food to eat. അവർക്ക് ഭക്ഷണം കഴിക്കുവാനോ ജീവിക്കുവാനോ മാർഗമില്ല. But one more thing they do not have in them. അവർക്ക് മറ്റൊരു കാര്യം കൂടി ഇല്ല. That is pride. അവർക്ക് പക്ഷേ ഒരു കാര്യമില്ല, അവരുടെ ഹൃദയത്തിൽ അഹങ്കാരമില്ല. We got this 100%. നമുക്ക് 100% നമ്മൾ ഓക്കെയാണ്. We are saying Christianity started in India from Kerala. നമ്മൾ പറയും കേരളത്തിൽ നിന്നാണ് ക്രിസ്ത്യാനിത്വം ഉണ്ടായത്. Now ends also because we are having pride in us. നമുക്ക് ഞാൻ പറയാം, തുടക്കം കേരളത്തിലാണെങ്കിൽ ഒടുക്കം അവിടെ തന്നെ ആയിരിക്കും. If you want to see, go to North India. നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു പോകുമ്പോൾ How people are rejoicing, dancing, jumping. അവിടെ യേശു കർത്താവിനെ പറ്റി പറയുമ്പോൾ അവിടെ ആൾക്കാർ സന്തോഷിക്കുകയും ഡാൻസ് ചെയ്യുകയും ഒക്കെ They do not have pride in them. അവർക്ക് അവരുടെ ഉള്ളില് അവരുടെ യാതൊരു വിധത്തിലുള്ള നിഗളത്തിന്റെ ഭാവവും അവരിലില്ല. At the last moment, എന്നാൽ അവസാന നിമിഷം, see, last moment is going on right now. നമ്മളിപ്പോ അവസാന നിമിഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. We all are in the race. നമ്മളെല്ലാം ഈ ഓട്ടത്തിന്റെ അവസാന നിമിഷങ്ങളിലാണ്. At the last moment, this thief came. അവസാന നിമിഷം ഈ കള്ളൻ എന്താ പറഞ്ഞത്? This thief came and said to Jesus, remember me. അവൻ ഇത്രമാത്രം അവസാനം വന്ന് യേശുവിനോട് പറഞ്ഞു, കർത്താവേ നീ എന്നെ ഓർത്തുകൊള്ളണമേ. And there is a change in his heart. ആ സമയത്ത് തന്നെ ഒരു ചേഞ്ച് അവന്റെ ജീവിതത്തിൽ കടന്നു വന്നു. On one side there is a rich guy ഒരിടത്തൊരു പണക്കാരനായ വ്യക്തി who is following all the 10 commandments. എല്ലാ
കമാൻഡ്മെന്റും ഫോളോ, എല്ലാ കൽപ്പനകളും ഫോളോ ചെയ്ത് following all the rules in his entire life, തന്റെ ജീവിതത്തിൽ എല്ലാ നിയമങ്ങളും ന്യായപ്രമാണവും ചെയ്യുന്ന വ്യക്തി. giving his tithes, എന്നാൽ അവൻ ടൈറ്റ് കൊടുക്കുന്നുണ്ട്. and second side there is a thief. എന്നാൽ അങ്ങേ സൈഡിൽ ഒരു കള്ളനാണുള്ളത്. He did all his life bad അവന്റെ things. ജീവിതം മുഴുവൻ തെറ്റായ കാര്യങ്ങൾ But ചെയ്തു. what Jesus said to him, എന്നാൽ അവനോട് യേശു കർത്താവ് എന്താ പറഞ്ഞത്? today you will be with me in paradise. ഇന്ന് നീ എന്റെ കൂടത്തിൽ പർദീസയിൽ ഇരിക്കുമെന്ന് He is പറഞ്ഞു. the first person to enter paradise. ആദ്യമായിട്ട് ഈ പാരഡൈസിൽ കയറിയത് ഈ വ്യക്തിയായിരുന്നു. Stop thinking because of your knowledge. ഞാൻ പറയാം, നമ്മുടെ അറിവ് കൊണ്ട് നമ്മള് ചിന്തിക്കുന്നത് If I will read this Bible, if I will by heart this Bible ഞാൻ ഈ വചനം from മുഴുവൻ Genesis കാണാൻ to പഠിച്ചാലും, Revelation, വെളിപ്പാട് വരെ കാണാൻ പഠിച്ചാലും no use. അതുകൊണ്ടൊരു കാര്യവുമില്ല. Until and unless I have that pride in my heart, എന്റെ ഉള്ളിൽ ആ നിഗളത്തിന്റെ ചിന്തയുണ്ടെങ്കിൽ no use. ഒരു കാര്യവുമില്ല. The moment you will understand this, നീ ഈ വിഷയം നിന്റെ ജീവിതത്തിൽ മനസ്സിലാക്കുമ്പോൾ that you are sitting here because of His grace, നമ്മളായിരിക്കുന്ന ദൈവത്തിന്റെ കൃപയാലാണെന്ന് മനസ്സിലാക്കുമ്പോൾ you will remove that pride നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആ ഒരു നിഗളം നമ്മൾ എടുത്ത് കളയും. and throw it away. നമ്മൾ എടുത്ത് ദൂരെ കളയും അത്. Then He will bless you. അങ്ങനെ ആകുമ്പോൾ അവൻ നമ്മളെ അനുഗ്രഹിക്കും. If there is still pride in you, ഞാൻ പറയാം, ഇന്ന് രാത്രിക്കാൽ നമ്മിൽ നിഗളത്തിന്റെ അംശമുണ്ടെങ്കിൽ, pride is like a dirt in your body. നമ്മൾ ഈ നിഗളമെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഒരു കറ പോലെയാണ്. When you got the dirt in your body, നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു കറ പറ്റിയാൽ what you will do? നമ്മൾ എന്ത് ചെയ്യും? You will wash. നമ്മൾ അത് ചെയ്ത് കഴുകും. You will take bath. നമ്മൾ കുളിക്കാൻ പോകും. Only one time you will take bath? ഒരു പ്രാവശ്യം കുളിക്കത്തുള്ളൂ. Every day you will take bath. എല്ലാ ദിവസവും നിങ്ങൾ അത് ചെയ്യും. Daily you will get pride. നമ്മളെ എല്ലാ ദിവസവും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ Say, Lord, help me to remove this pride. എല്ലാ ദിവസവും നമ്മൾ പറയേണ്ട, കർത്താവേ, എന്നിൽ എവിടെയെങ്കിലും നിഗളം വന്നിട്ടുണ്ടെങ്കിൽ റിമൂവ് ചെയ്യണം കർത്താവേ. Ask Him if I am having pride in me. എന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ദൈവത്തോട് ചോദിക്കണം. You will get the pride from anywhere. നമുക്ക് എവിടുന്നൊക്കെയോ ഈ പ്രൈഡ് കടന്നു വരാം. Just by looking in the mirror, you will get the pride. നമ്മൾ ചിലപ്പോ കണ്ണാടിയെ നോക്കുമ്പോൾ നമുക്ക് കടന്നു വരാം. How smart, how beautiful I am. ഞാൻ എത്ര നല്ലവനാ, എത്ര സുന്ദരനാണ്. Look that guy, see? നോക്കിക്കേ, അപ്പുറത്തെ അവനെ ഒന്ന് നോക്കിക്കേ. That is a pride. അതൊരു നമുക്ക് നിഗളമാണ്. And God hates that pride. ഞാൻ പറയാം, ദൈവം ആ നിഗളം ദൈവം അംഗീകരിക്കുന്ന ദൈവമല്ല. So when you will compare both of these examples, ഈ രണ്ട് ഉദാഹരണങ്ങൾ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ the first person ഒന്നാമത്തെ വ്യക്തി is us, നമ്മളാണ്. and the second person രണ്ടാമത്തെ വ്യക്തി who did nothing in his life, ഒന്നും അവന്റെ ജീവിതത്തിൽ ഇല്ലാത്ത the new believers. ഒരു പുതിയ വിശ്വാസിയാണ് അവന്. And Jesus is saying, come. അവൻ പറയും, കടന്നു വരാൻ പറയും. Why? എന്തുകൊണ്ടാ? He don't have the pride. അവന്റെ ഉള്ളിൽ നിഗളമില്ല. And for us, Jesus is saying, you are not allowed. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞത്, നീ സ്വർഗ്ഗരാജ്യം പ്രവേശിക്കത്തില്ല. Why I will allow you? ഞാൻ എന്തുകൊണ്ടാ നിന്നെ അലൗ ചെയ്യുന്നത്? You know all the words, stay there. നിനക്ക് എല്ലാ വചനവും അറിയാമല്ലോ, നീ അവിടെ നിന്നോ, Preach. നീ പോയി പ്രസംഗിച്ചോ. You are not allowed. അയ്യോ, നിനക്കെല്ലാം അറിയത്തില്ല. Hallelujah. We will read one more verse. Luke 11, 17, 18. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം, Luke 11, 17 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. So what I was preaching from the beginning, that a pastor is standing against pastor. So here Jesus is explaining and he is giving the example of Satan. ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷം 11-17 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ എങ്ങനെ നമ്മൾ നേരത്തെ പാസ്റ്റർ എങ്ങനെ പറയുന്ന കാര്യം പറഞ്ഞു, എന്നാൽ പിശാചിനെ പറ്റി ഇവിടെ പറയുകയാണ്. Okay, read. അവരുടെ വിചാരം പറഞ്ഞ് അവരോട് പറഞ്ഞത്, തന്നിൽ തന്നെ ചിന്തിച്ച രാജ്യമെല്ലാം പാഴായിപ്പോകും. ഇവിടെ ഓരോന്ന് വീഴും. സാത്താനും തന്നോട് തന്നെ ചിന്തിച്ചുവെങ്കിൽ അവന്റെ രാജ്യം എങ്ങനെ? See how shameful it is for us. നമുക്ക് എത്ര നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യമാണ്. Jesus is saying Satan also is divided against himself. How his kingdom will stand? He is saying Satan also will not stand against his kingdom. ഈ കർത്താവ് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ പിശാചു പോലും തന്റെ സ്വന്തം രാജ്യത്ത്, തന്റെ സ്വന്തം രാജ്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കത്തില്ല. Here one pastor is taking the biodata of other pastor and preaching. ഇവിടെ ഒരു പാസ്റ്റർ മറ്റൊരു പാസ്റ്റർ ബയോഡാറ്റ മേടിച്ചിട്ട് പറയുകയാണ്. And people, oh, what a preaching. എന്നിട്ട് എല്ലാവരും നോക്കിയിട്ട് പറയും, ഇവനെന്തൊരു പ്രസംഗം പ്രസംഗിക്കുന്നത്. No. ഒരിക്കലും അല്ല. This is not what God called you for. ഇതിനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. This is if they are thinking after doing this also they are allowed there, no, they are not allowed. ഞാൻ പറയാം, നമ്മൾ മറ്റുള്ളവരെ കുറ്റം വിധിച്ചിട്ട് നമ്മൾ അവിടെ ചെല്ലുമെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. The Paul is saying you also run like that you will win. പൗലോസ് ഇങ്ങനെ പറയുന്നത്, നമ്മൾ ജയാളികളാകുവാൻ തക്കവണ്ണം വേണം ഓടുവാൻ. If you are running with pride, you will never win.
ഞാൻ പറയാം, നമ്മള് നിങ്ങളത്തോടെ ഓടിയാൽ നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റത്തില്ല. After second coming also you will preach here. നാം രണ്ടാം വരവിന് ശേഷം വീണ്ടും പ്രസംഗിച്ചോണ്ട് നടക്കാം. You will get your own audience. നമുക്ക് പിന്നെ അന്തരം ആൾക്കാരെ കിട്ടും കേൾക്കാൻ. Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. We will read one more verses. ഒരു വാക്യം കൂടെ വായിക്കാം. Seventeen and 18. ലൂക്കോസ് 11. ലൂക്കോസ് No, 17. We'll read this. Okay, so we will read something about, we don't have time, I'll finish on time. So we will read something about Paul. ഞാൻ പൗലോസിനെ പറ്റിയുള്ള ഒരു സമയമില്ലാത്തതുകൊണ്ട് പൗലോസിനെ പറ്റിയുള്ള ഒരു വാക്യം ഞാൻ വായിക്കാം. Paul is well knowledgeable person. പൗലോസ് വളരെ ജ്ഞാനിയായ വ്യക്തിയായിരുന്നു. And he is having the knowledge of the Old Testament. അദ്ദേഹത്തിന് പഴയ നിയമത്തെ പറ്റിയുള്ള വലിയ പരിജ്ഞാനം ഉണ്ടായിരുന്നു. He was a Jew. അവനൊരു യഹൂദനായിരുന്നു. And let's read a word, Acts 22:3-4. നമുക്കൊരു വാക്യം വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 22-ാം അധ്യായത്തിന്റെ 3-4. Fast, we have 5 minutes. അപ്പോസ്തലപ്രവൃത്തി 22-ന്റെ 3-4. See, Paulus, what he is saying, he's telling about himself. പൗലോസ് ഇവിടെ തന്റെ സ്വന്തം കാര്യത്തെ പറ്റി പറയുകയാണ്. And he was having the knowledge. തനിക്ക് എല്ലാ കാര്യങ്ങളെ പറ്റി അറിയുന്ന വ്യക്തിയായിരുന്നു. From that knowledge, what he is doing, തനിക്കുള്ള പാരമ്പര്യം വെച്ചിട്ട് താൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, he persecuted others. താൻ ആ പാരമ്പര്യം വെച്ചിട്ട് മറ്റുള്ളവരെ താൻ ശിക്ഷിക്കുന്നവനായിരുന്നു. When you only have the knowledge, നമുക്ക് വെറും ജ്ഞാനം മാത്രമേ ഉള്ളെങ്കിൽ, but you do not have the wisdom, നിങ്ങൾക്ക് അതിനു വേണ്ടിയുള്ള പരിജ്ഞാനമില്ലെങ്കിൽ, you will persecute others. നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നവരാകും. Not physically only, മാനുഷികമായിട്ടല്ല, but by your words also. നമ്മുടെ വാക്കുകൾ കൊണ്ടും അങ്ങനെയാകാം. I saw a person saying to another, a believer saying to another, ഞാനൊരു വിശ്വാസി വേറെ വിശ്വാസിയോട് പറയുന്നത് കേൾക്കാനിടയായി. this happened to your family. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്, maybe you did something wrong. നിന്റെ ജീവിതത്തിൽ നീ എന്തോ ചെയ്തതുകൊണ്ടാണ്. The judgmental behavior. അവന്റെ ഉള്ളിലുള്ള ന്യായം വിധിക്കുന്ന ഒരു ആത്മാവാണ് അത് കാണുന്നത്. Why this judgmental came inside? എന്തുകൊണ്ടാണ് ഈ ജഡ്ജ്മെന്റ് ഉള്ളിൽ വരുന്നതെന്ന് ചോദിച്ചാൽ, Because of pride. അഹങ്കാരം ഉള്ളിലുള്ളത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. Because of the thought of holier than thou. മറ്റുള്ളവരെക്കാൾ ഞാൻ അതിവിശുദ്ധനാണെന്നുള്ള ചിന്ത കടന്നു വരുന്നത്. I am holier than thou. ഞാൻ മറ്റുള്ളവരെക്കാളും വിശുദ്ധനാണെന്നുള്ള ചിന്ത. When this thought came inside, അതെന്റെ ഉള്ളിൽ കടന്നു വന്നാൽ, I'll think he is lower than me, he is lower than me. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പറയും, അവരെല്ലാം എന്നെക്കാളും ചെറുതാ, ഞങ്ങൾ അതിവിശുദ്ധരാണ്, ഞങ്ങൾ ഇങ്ങനെയാണെന്ന് ചിന്തിക്കും. When this pride is not there inside, നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്ത ഇല്ലെങ്കിൽ, I will put everyone in the same level. നമ്മളെ പോലെ തന്നെ എല്ലാവരെയും കാണുവാനുള്ള ഒരു കണ്ണ് ദൈവം നമുക്ക്. And then in Acts 8:3, നമ്മളിങ്ങനെ അപ്പോസ്തലപ്രവൃത്തി 8-3 ഇങ്ങനെ വായിക്കുന്നു. see what he did from his knowledge. എന്തുകൊണ്ട് താൻ തന്റെ പരിജ്ഞാനം കൊണ്ട് ചെയ്തെന്ന് നോക്കിയാൽ, Okay, read it fast. അപ്പോസ്തലപ്രവൃത്തി 8-3. From ladies, someone read it. So he was a Jew, അവനൊരു യഹൂദനായിരുന്നു. and he knew all the commandments. അവൻ എല്ലാ കൽപ്പനകളും അറിയാം. He is following all the rules. എല്ലാ നിയമങ്ങളും After that, what he is doing, he is dragging off men and women നമ്മളോട് വായിക്കുന്ന എല്ലാം അറിയാവുന്നത് കൊണ്ട് അവൻ ചെന്ന ആൾക്കാരെ പിടിച്ചുകൊണ്ട് വന്നു, and committing them to prison. അവരെ എല്ലാം കൊണ്ടുവന്ന് ജയിലിലിടുകയായിരുന്നു. In 1 Corinthians 1:30, read 1 Corinthians 1:30. 1 കൊരിന്ത്യർ 1:30 വായിച്ചാൽ, 1 കൊരിന്ത്യർ 1 Corinthians 1:30. So here he is saying, ഇങ്ങനെ അവൻ പറയുന്നത്, so the wisdom is coming from God, not from ഇവിടെ the പൗലോസ് word. പറയുകയാണ്, ഈ ജ്ഞാനം എന്ന് പറയുന്നത് ദൈവത്തെങ്കിൽ നിന്ന് വരണം. You will see there are many scholars നമുക്കറിയാം, പല ഈ സ്കോളേഴ്സ് ആയിട്ടുള്ള വലിയ പണ്ഡിതന്മാരെ കണ്ടിട്ടുണ്ട്, who know this by heart. ഈ വചനം മുഴുവൻ നല്ല ചവച്ചരച്ച് കുലിക്കിയ ആൾക്കാർ. See, I'll tell you a simple example. ഞാൻ ഉദാഹരണം പറയാം. See,
going through the Bible വചനത്തിൽ കൂടെ പോകുമ്പോൾ and Bible is going through you, ആ വചനം നിന്നിൽ കൂടെ പോകുന്നില്ലെങ്കിൽ it's two different things. രണ്ട് കാര്യങ്ങളാ. You read the Bible, നീ വചനം പഠിക്കുന്നുണ്ട്, you memorize all the എല്ലാം words, കാണാതെ പഠിക്കുന്നുണ്ട്, but Bible is not gone through you. നിന്നിൽ അകത്തേക്ക് വചനം കേറുന്നില്ലെങ്കിൽ So he is saying, because of Jesus, I got the wisdom. വചനത്തെ പറ്റി മനസ്സിലാക്കുമ്പോൾ താൻ പറയുകയാണ്, നീ എന്റെ ജ്ഞാനമാണ്, അത് ക്രിസ്തുവിൽ കൂടെയുള്ള ജ്ഞാനമാണ്. 2 Corinthians 12:7. 2 Corinthians 12:7 വായിക്കാം. Fast. അല്ല, 2 Corinthians 12:7. 2 Corinthians 12:7. 12:7. So to keep me from becoming Hmm. consistent because of the surpassing the greatness of revelation, a thorn was given me in flesh. In Malayalam you'll read. ആളുകളുടെ ആധിക്യത്താൽ ഞാൻ ആദിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. What Jesus gave him to make him humble, ഞാൻ പറയാം, എന്താണ് ദൈവം പൗലോസിന് കൊടുത്ത് തന്നെ നിഗളിച്ചു പോകാതിരിക്കാൻ വേണ്ടി? he gave him a miracle, തനിക്ക് അത്ഭുതം കൊടുക്കുകയായിരുന്നോ? he gave him abundance, കൂടുതലായിട്ടുള്ള സമ്പത്ത് കൊടുക്കുകയായിരുന്നോ? he gave him a thorn. തന്റെ ജീവിതത്തിൽ ശൂലം കൊടുക്കുകയായിരുന്നു. And I am thinking that thorn is very much visible in his body. ഞാൻ ചിന്തിക്കുന്നത് അവന്റെ ശരീരത്തിൽ ആ ശൂലം വളരെ വിസിബിൾ ആയിട്ട് കാണുന്ന പോലെ ആയിരുന്നു ഞാൻ ചിന്തിക്കുന്നത്. Because of that thorn, അതുകൊണ്ട് ആ ഒരു ശൂലം ഉണ്ടായിരുന്നത് കൊണ്ട് Paul get him humble. എപ്പോഴും താൻ താഴ്മയുള്ളവനായിരുന്നു. Hallelujah. One more verse we'll read. ഒരു വാക്യം കൂടെ വായിക്കാം. Psalms 10:4. സങ്കീർത്തനം 10:4. Read someone, read fast. സങ്കീർത്തനം 10:4. 10:4. So the wicked in his proud നമ്മൾ വായിക്കാൻ, ദുഷ്ടൻ ഉന്നത ഭാവത്തോടെ പറയുകയാണ്, does not seek God. ദൈവമില്ല. So what he will think, അവൻ എന്താ ചിന്തിക്കുന്നെന്ന് ചോദിച്ചാൽ, I know the word, എനിക്ക് വചനം അറിയാം, I know everything, ഞാൻ എല്ലാം അറിയാം, why I will go to God? ഞാൻ എന്തിനാ ദൈവത്തിന്റെ അടുത്തേക്ക് പോകുന്നത്? This is because of pride. ആ ദൈവത്തിന്റെ അടുത്തേക്ക് പോകേണ്ട ആവശ്യമില്ല, വചനമൊക്കെ എനിക്കറിയാം, ഞാൻ ദൈവത്തിന്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. നാം തന്റെ അഹങ്കാരം കൊണ്ട് പറയുകയാണ്. What is the reason Lucifer became Satan? എങ്ങനെയാണ് ലൂസിഫർ സാത്താനായതിന്റെ കാരണം എന്താണ്? Because he killed other angels? മറ്റൊരു ഏഞ്ചലിനെ കൊന്നതുകൊണ്ടാണോ? What is the reason? Tell me the reason. എന്താണ് കാരണം പറ? Because of pride, he think I am the leader of all the other angels. എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ ഉള്ളിൽ നിഗളം വന്ന് ഞാൻ എല്ലാറ്റിനും മേലെയാണെന്ന് ചിന്തിച്ചത് കൊണ്ടാണ്. It's the same pride we are carrying today. ഇന്ന് നമ്മൾ ഇതുപോലെ നിഗളത്തെ കൈകാര്യം ചെയ്യുന്നവരാണ്. So it is written, blessed are those who are humble. നമ്മുടെ യേശുക്കർത്താവ് പറഞ്ഞു, സൗമ്യതയുള്ളവർ, താഴ്മയുള്ളവർ ഭാഗ്യവാന്മാർ. See, one more verse we'll read. വായിക്കാം. Romans റോമാലേഖനം 12:3. 12:3. 12:3. Praise God. Amen. Those who understand this word without explaining, ഈ വാക്യം വായിക്കുമ്പോൾ തന്നെ നമ്മൾ വിശദീകരിക്കാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. God will bless you. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. Read this word when you're going back. നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഈ വചനം ഒന്ന് ശ്രദ്ധയോടെ വായിക്കുക. Read 12:1 and 12:4 also. 12:1 12:3 നമ്മൾ വായിക്കുക. So you will understand what God is going to talk to you today. ദൈവം നമ്മളോട് ഇന്ന് രാത്രികാലം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വായിക്കുമ്പോൾ നമുക്കറിയാം. Anyone, I'm ending here. Any one of you. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. ആരെങ്കിലും Close your eyes. Any one of you who is sitting here ഇന്ന് രാത്രികാലം ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും and thinks that some amount of pride get into my heart, എന്റെ ജീവിതത്തിൽ ഏതെങ്കിലും നിലയിലുള്ള നിഗളം എന്റെ ജീവിതത്തിൽ കടന്നു വരുന്നെങ്കിൽ, maybe that pride is about your knowledge. ചിലപ്പോൾ നിങ്ങളുടെ അറിവിനെ കുറിച്ചുള്ള ഒരു നിഗളമായിരിക്കാം. The pride is about how many years you serve the Lord. ഇത്ര വർഷങ്ങൾ ഞാൻ ദൈവത്തെ പിൻപറ്റിയവനെന്നുള്ള നിഗളമായിരിക്കാം. The Lord remove my pride, I cannot do it by myself. കർത്താവേ, ആ നിഗളം എന്നെ നീക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. First you have to acknowledge that I am having that pride. ഒന്നാമത് നമ്മൾ പറയേണ്ടത്, കർത്താവേ, അങ്ങനെ ഒരു ചിന്ത എന്റെ മനസ്സിലുണ്ട് കർത്താവേ എന്ന് പറയണം. Then only he will help you to remove that pride. മാത്രമേ ദൈവത്തിന് അത് മാറ്റുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. Hallelujah. Hallelujah. And if you will hear some kind of preacher or believer, നിങ്ങൾ ചില വിശ്വാസികൾ
വിശ്വാസികളെ ചില പാസ്റ്റർമാരെ കേൾക്കുമ്പോൾ, who is mocking someone, മറ്റുള്ളവരെ കളിയാക്കുന്നത് കേൾക്കുമ്പോൾ, who is pulling someone down, മറ്റുള്ളവരെ വലിച്ചു താഴെ ഇടുന്നത് കേൾക്കുമ്പോൾ do not hear them. നമ്മളത് കേൾക്കാൻ പോകരുത്. It is not Lord's Spirit. അത് ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദമല്ല. Lord will never pull anyone down. ദൈവം ഒരിക്കലും ആരെയും വലിച്ചു താഴെ ഇടുകയില്ല. Lord's Spirit is the spirit of humbleness. നമ്മൾ ദൈവത്തിന്റെ പരിജ്ഞാനം എന്ന് പറയുന്നത് താഴ്മയുടേതാണ്. To encourage someone, മറ്റുള്ളവരെ അവരെ വളർത്തുവാൻ ആഗ്രഹിക്കുന്നതാണ്. to push someone forward, ചിലരെ മുമ്പിലേക്ക് നയിക്കുവാൻ ആഗ്രഹിക്കുന്നതാണ്. without accepting anything back from them. അവരിൽ നിന്ന് എന്തെങ്കിലും മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ആഗ്രഹിച്ചുകൊണ്ടല്ല അത് ചെയ്യുന്നത്. Today I want us to be that kind of believers. ഇന്ന് രാത്രികാലം നമ്മളെല്ലാവരും ആ നിലയിൽ ദൈവത്തിന്റെ പിന്നാലെ പോകാൻ To ആഗ്രഹിക്കുന്നു. encourage each other. അന്യോന്യം നമ്മൾ മറ്റുള്ളവരെ ഹല്ലേലൂയ എൻകറേജ് ചെയ്യുന്നവരാകുക. Hallelujah. ആമേൻ. Hallelujah. ഹല്ലേലൂയ. Thank you for giving me the time. ഈ സമയം കിട്ടിയതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം.